ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 72. സ്ലീഹന്മാര നടപടി പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ശിഷ്യന്മാർ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിനം പ്രതിയുള്ള വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. 12 പേർ ശിഷ്യന്മാരുടെ സമൂഹത്തെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് തീൻ മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല. അതിനാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരും സുസമ്മതരുമായ 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അവരെ ഞങ്ങൾ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കുന്നതായിരിക്കും. ഈ വാക്ക് സമൂഹത്തിനൊക്കെയും ബോധ്യമായി. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോറോസ്, നിഖാനോർ, തീമോൻ, പർമെനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരുടെ മുൻപാകെ നിർത്തി. അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകൾ വച്ചു. ഇതേക്കുറിച്ചുള്ള പൊതുവായ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അത് കേട്ടിട്ടില്ലാത്തവരൊന്ന് കേട്ടിട്ട് വേണം ഈ വീഡിയോയിലേക്ക് വരാനെന്ന് അപേക്ഷിക്കുന്നു. അക്കാലത്ത് ശിഷ്യന്മാർ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിനം പ്രതിയുള്ള വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ മൂലപാഠത്തില് ഹെല്ലേനിസ്തോസ് എന്നാണ്. ഹെല്ലേനിസ്തോസ് അല്ല, ഹെല്ലേനിസ്തേസ്. പണ്ടും ഇന്നും ഗ്രീസ് അറിയപ്പെടുന്നത് ഹെല്ലൻകി ഡെമോക്രാത്തിയ എന്നാണ്. അങ്ങനെയാണ് ഗ്രീസ് അറിയപ്പെടുന്നത്. ഹെല്ലനിക് റിപ്പബ്ലിക് എന്നാണ് അർത്ഥം. ഡെമോക്രാത്തിയ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്, ഡെമോക്രസി എന്നൊക്കെ വരുന്ന വാക്ക് വരുന്നത്. അപ്പോൾ പുരാണത്തിലെ ഹെല്ലൻ എന്ന ഒരു കഥാപാത്രത്തിന്റെ പേരിൽ നിന്നാണ് ഈ പ്രയോഗം, ഈ ഹെല്ലനിസ്തേസ് എന്ന വാക്കൊക്കെ വരുന്നത് പുരാണത്തിലെ ഹെല്ലൻ എന്ന കഥാപാത്രത്തിൽ നിന്നാണ്. എന്നാൽ റോമാക്കാർ ഈ ദേശത്തെ ഗ്രേസിയ എന്ന് വിളിച്ചു. ഗ്രീക്ക് ഭാഷയില് ഗ്രൈക്കിയ എന്നാണ്. ഗ്രീക്കില് റോമാക്കാര് ലത്തീനില് ഗ്രേസിയ എന്ന് വിളിച്ചു. ഗ്രീക്കുകാരുടെ നാട് എന്നാണ് ആ വാക്കിനർത്ഥം. പുരാണത്തില് ഹെല്ലൻ എന്ന കഥാപാത്രത്തിൽ വരുന്നത് കൊണ്ട് ഗ്രീസിലുള്ള ആളുകള് അവര് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഹെല്ലനിസ്തേസ് എന്നാണ്. ഹെല്ലൻകി എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഹെല്ലൻകി ഡെമോക്രാത്തി എന്നാണ് ഗ്രീസ് അറിയപ്പെടുന്നത് അവരുടെ നാട്ടിൽ. പക്ഷേ ഗ്രേസിയ എന്നും ഗ്രൈക്കിയ എന്നൊക്കെ അറിയപ്പെടുന്നത് കൊണ്ട് ഗ്രീക്കുകാരുടെ നാട് എന്ന അർത്ഥം വന്നു. ഇതിൽ നിന്ന് ഗ്രീസ് എന്ന ദേശത്തിനും ഗ്രീക്കുകാർ എന്ന അവിടുത്തെ ആളുകൾക്കും പേര് വീണു. റോമാക്കാര് ഗ്രേസിയ എന്ന് വിളിച്ച ഇതിൽ നിന്ന് ഗ്രീസ്, ഗ്രൈക്കിയ എന്ന് ഗ്രീക്കുകാരെ സ്വയം വിളിച്ചത് കൊണ്ട് ഗ്രീക്കുകാര് എന്നൊക്കെ ഗ്രീസ് നാടിനും അവിടുത്തെ ആളുകൾക്ക് ഗ്രീക്കുകാരെന്നും പേര് വന്നു. പ്രാചീന ലോകത്തെ ഗ്രീസിലുണ്ടായിരുന്ന 4 ഗോത്രങ്ങളിൽ ഒന്നായിരുന്നു അയോനസ്. യാഫത്തിന്റെ മകനായ യാവാന്റെ പിന്മുറക്കാരാണ് ഇവരെന്നാണ് വിശ്വാസം. ഇത് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പഴയ നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ ക്ലാസ്സിൽ ഉൽപ്പത്തി 10:2 വ്യാഖ്യാനത്തില്. യാവാൻ എന്ന ഹീബ്രു വാക്കിൽ അയോൻ ആകുന്നു. യാവൻ എന്ന ഹീബ്രു വാക്ക് ഗ്രീക്കില് അയോൻ എന്നാകുന്നു. യാവാൻ എന്നാണ് ഹീബ്രുവില്, അത് അയോൻ എന്നാകുന്നു ഗ്രീക്കില്. യാവാനിൽ നിന്ന് ഉത്ഭവിച്ചവർ യവനര്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. യാഫത്തിന്റെ മക്കളിൽ ഒരാള് യാവാനിൽ നിന്ന് ഉത്ഭവിച്ചവർ യവനര്. അപ്പൊ ഗ്രീക്കുകാരെ നമ്മൾ യവനർ എന്ന് പറയും. യവന ഭാഷ എന്ന് ഗ്രീക്ക് ഭാഷയെ പറയും. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തില് യവനരെന്നോ ഗ്രീക്കുകാരെന്ന് വിളിക്കുന്നത് ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്ന യഹൂദരെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തില് ലൂക്കാസ് യവനരെന്നോ ഗ്രീക്കുകാരെന്നോ വിളിക്കുന്നത് ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്ന യഹൂദരെയാണ്. ഇവർക്ക് മാത്രമായി ധാരാളം സിനഗോഗുകൾ യെറൂസലേമിൽ ഉണ്ടായിരുന്നു. ഈ ഗ്രീക്ക് ക്രൈസ്തവരും അരാമ്യ ഭാഷ സംസാരിച്ചിരുന്ന യഹൂദ ക്രൈസ്തവരും. അപ്പൊ 2 തരം ക്രൈസ്തവരുണ്ടായിരുന്നു ആദിമസഭയിൽ, പ്രത്യേകിച്ച് തുടക്കകാലത്ത്. ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്ന യഹൂദര്, അരാമ്യ ഭാഷ സംസാരിച്ചിരുന്ന യഹൂദര്. അവരിൽ നിന്ന് ക്രിസ്ത്യാനികളുണ്ടായി. അപ്പോൾ
ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദര് ക്രിസ്ത്യാനികളായി, അരാമ്യ ഭാഷ സംസാരിക്കുന്ന യഹൂദര് ക്രിസ്ത്യാനികളായി. അപ്പൊ യഹൂദ ക്രൈസ്തവര്, പിന്നെ യവന ക്രൈസ്തവര്, ഗ്രീക്ക് ക്രൈസ്തവര്, ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ, ഗണങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായി. ആ സംഘർഷം അവതരിപ്പിക്കുന്നതിലൂടെ പാലസ്തീനാക്ക് പുറത്തേക്ക് സുവിശേഷം പുറപ്പെടാൻ പോകുന്നവെന്ന സൂചന നൽകുകയാണ് ലൂക്കാസ്. ആ സംഘർഷം തന്നെ. സഭയിലൊരു പ്രശ്നമുണ്ടാകുന്നത്, പ്രതിസന്ധി ഉണ്ടാകുന്നത് പ്രശ്നം തന്നെയാണ്. എങ്കിലും അതൊരു അവസരം സൃഷ്ടിക്കുകയാണ്. സുവിശേഷം പാലസ്തീനയ്ക്ക് പുറത്തു പോകാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. ഏത് പ്രതിസന്ധിയും ഒരു അവസരം സൃഷ്ടിക്കും. ഇപ്പം സീറോ മലബാർ സഭയുടെ കാര്യം പറയുകയാണെങ്കിൽ ലിറ്റർജി പ്രതിസന്ധി എറണാകുളത്ത്, പിന്നെ എറണാകുളത്തിൻ്റെ ചായവെള്ളം മറ്റു രൂപതകളിലും ഒരു ലിറ്റർജി പ്രതിസന്ധി ഉണ്ട്. പക്ഷെ അതുകൊണ്ടുണ്ടായ നേട്ടം എന്താണ്? എറണാകുളത്തെങ്കിലും ജനങ്ങൾ എന്താണ് ലിറ്റർജി എന്ന് പഠിക്കാൻ തുടങ്ങി. ജനങ്ങൾ, ദൈവജനം ലിറ്റർജി എന്തെന്ന് അറിയാൻ തുടങ്ങി. അപ്പോൾ അറിവില്ലാത്തവർ വൈദികരും അറിവുള്ളവർ അൽമായരുമായി രൂപാന്തരപ്പെട്ടു. അതൊരു അവസരമാണ്. ജനങ്ങൾക്ക് എന്താണ് ലിറ്റർജി, തങ്ങൾ അർപ്പിക്കുന്ന ലിറ്റർജി എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അപ്പൊ എല്ലാത്തിലും, ഈ എല്ലാ തിന്മയിലും ഒരു നന്മയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, അതായത് ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരും അരാമ്യ ഭാഷ സംസാരിക്കുന്ന യഹൂദരും തമ്മിൽ ഒരു തർക്കമുണ്ടായപ്പോൾ 12 സ്ലീഹന്മാര് ശിഷ്യന്മാരുടെ സമൂഹത്തെ, സഭാസമൂഹത്തെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് തീൻമേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സകല മെത്രാന്മാരും സകല വൈദികരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നാട്ടിലുണ്ട്. കുറേ വൈദികരെ ഞാൻ കേൾക്കാനിടയായി, കുർബാനയ്ക്കിടയിലും അല്ലാതെയൊക്കെ കല്യാണത്തിനൊക്കെ ആയിട്ട്. വിഷമത്തോടെ പറയട്ടെ, ഒരാളും ദൈവവചനം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടില്ല. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഞാൻ പല വൈദികരെയും കേൾക്കുന്നു, ലിറ്റർജിക്കും കൂദാശകൾക്കും വിവാഹത്തിനും മാമോദിസയ്ക്കും ഒക്കെ ആയിട്ട് ഒരാളും ദൈവവചനം പറയുന്നത് ഞാൻ കേട്ടില്ല. ചില ഉപദേശങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ വൈദികർക്ക് നന്ദി പറയുമ്പോൾ വചന സന്ദേശം നൽകിയ വൈദികന് നന്ദി പറയുന്നില്ല, ചില ഉപദേശങ്ങൾ നൽകിയ വൈദികൻ എന്നാ പറയണേ. ദൈവവചനം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. സ്ലീഹന്മാര് പറയാ, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചിട്ട് തീൻമേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല. ഇപ്പോ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഓണം വരികയാണ്. ഓണത്തിന്റെ ദിവസങ്ങളിലെല്ലാം അച്ഛന്മാരടക്കം പലരും ഈ കലാമത്സരങ്ങളും സാഹിത്യ മത്സരം കുറവ്, മറ്റ് ഈ മത്സരങ്ങളുടെ ആധിക്യമായിരുന്നു പല പള്ളികളിലും. അതിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുകയാണ്. വചനം പഠിക്കാനായിട്ടോ ലിറ്ററേച്ചറെ കുറിച്ച് പഠിക്കാനായിട്ടോ വരാൻ പറഞ്ഞാലോ, കുർബാന സംബന്ധിക്കാൻ വരാൻ പറഞ്ഞാലോ, മതബോധനത്തിന് വരാൻ പറഞ്ഞാലോ അതിനൊന്നും അത്ര താല്പര്യമില്ല. എല്ലാം കൂടി എല്ലാ ഫോക്കസും ഓണത്തിന്റെ മത്സരങ്ങളിലാണ്. അതിന് ആളുകൾ കൂട്ടക്കൂട്ടമായി വരുന്നു. കുർബാനയ്ക്കോ ശുഷ്കമാണ് സാന്നിധ്യം പലയിടത്തും. എന്തൊരു ദൗർഭാഗ്യമാണിത്. നമ്മുടെ തലമുറയിൽ ഈ മൂല്യം നഷ്ടപ്പെട്ടത് വൈദികര് അവരെ അതിലേക്ക് ആകർഷിച്ചത് കൊണ്ടാണ്. വൈദികരടക്കമുള്ളവരാണ് ഓണത്തിന്റെ കളികളിൽ പങ്കെടുക്കുന്നത്. പള്ളി കോമ്പൗണ്ടില് കുർബാനയ്ക്ക് വരാത്തവരും ഈ മത്സരങ്ങൾക്ക് വരും. തുള്ളാനും ഇല്ലേ, ഡാൻസ് കളിക്കാനും പള്ളി വരാത്തവര് അവരെ കൂടുതലും വരുന്നത്. സംഘടിപ്പിക്കുന്നവരിൽ പലരും കുർബാന കാണുന്നവരോ കുർബാന സ്വീകരിക്കുന്നവരോ അല്ല. പള്ളിയിൽ സംഘാടകരാണ് ഞാൻ പറഞ്ഞേ. പിന്നെ എന്തിനാ പള്ളി, എന്തിനാ സംഘടന, എന്തിനാ സംഘാടകര്? ഞങ്ങള് ദൈവവചനം ഉപേക്ഷിച്ച് തീൻമേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പൊ തീൻമേശകളിൽ ശുശ്രൂഷ ചെയ്യാനാണ് ദൈവവചനം പ്രസംഗിക്കാനായിട്ട് വാഴിക്കപ്പെട്ടവർ പോലും ശ്രദ്ധിക്കുന്നത്, മനസ്സിരുത്തുന്നത്. ദൈവവചനം പഠിക്കാനോ പ്രസംഗിക്കാനോ ആളില്ല. വെറുതെ അല്ല കുറെ പേരെങ്കിലും ഈ ദൈവവചനം കിട്ടുന്നിടത്തേക്ക് പോകുന്നത്. 12 പേര് ശിഷ്യന്മാരുടെ സമൂഹത്തെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് തീൻമേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല. 12 പേർ സമൂഹത്തെ, 2 കാര്യങ്ങൾ ഓർക്കണം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. 12 പേരുടെ നേതൃത്വം അതുല്യമായിരുന്നു. ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കിട്ടിയ അധികാരമാണ് ഈ 12 സ്ലീഹന്മാരുടേത്. അതുകൊണ്ട് സഭയിൽ എല്ലാവരും തുല്യരല്ല.
സഭയിൽ എല്ലാവരും തുല്യരല്ല. തുല്യത എന്നുള്ളത് നല്ല ഒരു 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 പ്രയോഗം തന്നെയല്ല. അന്തസ്സിൽ തുല്യതയുണ്ട്, പദവിയിൽ തുല്യതയില്ല, ദൗത്യത്തിൽ തുല്യതയില്ല. കണ്ണിന് ഒരു ദൗത്യം, കാതിന് വേറെ ദൗത്യം, മൂക്കിന് വേറെ ദൗത്യം. കണ്ണ് മുഴുവൻ കേൾക്കുകയാണോ? മൂക്ക് മുഴുവൻ അല്ലേ? മൂക്ക് ശ്വസിക്കല്ലേ വേണ്ടത്, സംസാരിക്കല്ലോ. ഓരോ അവയവത്തിനും ഓരോ ദൗത്യമാണ്, വ്യത്യസ്തമായ ദൗത്യം. എന്ന് വിചാരിച്ച് കണ്ണ് കാതിനേക്കാൾ കേമനാണെന്ന് കരുതേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നല്ല. അതേസമയം തലയ്ക്ക് പ്രാധാന്യം കൂടുതലുണ്ട്, ഹൃദയത്തിന് പ്രാധാന്യം കൂടുതലുണ്ട്. അപ്പോൾ ഒരു ഇല്ലേ, സജീവമായൊരു ശരീരത്തിൽ പോലും അങ്ങനെയാണ്. ഈ ലോകത്തിൽ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവരെയും തുല്യരായിട്ടല്ല. പദവിയിൽ തുല്യരല്ല, അന്തസ്സിൽ തുല്യരാണ്. ഒരു സംശയമില്ല. അവിടെ വിവേചനം പാടില്ല. അത് ലിംഗത്തിന്റെ പേരിലായാലും വർണ്ണത്തിന്റെ പേരിലായാലും വംശമായാലും വർഗമായാലും യാതൊന്നിന്റെ പേരിലും വിവേചനം പാടില്ല. പക്ഷേ ദൗത്യത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സഭയിൽ സ്ലീഹന്മാര്, അവർ പിൻഗാമികള്, അവർക്ക് അതുല്യമായ ഒരു റോളുണ്ട്, അതുല്യമായ ഉത്തരവാദിത്വമുണ്ട്. ആ അതുല്യമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവവചനം പ്രസംഗിക്കലാണ്. മെത്രാന്മാര് ദൈവവചനം പ്രസംഗിക്കണം. മെത്രാൻ പട്ടം കൊടുക്കുമ്പോൾ തോളിൽ വെച്ചിരിക്കുന്നത് വചനമാണ്. വചന പ്രഘോഷകരാണ്. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ആവശ്യപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടല്ല മെത്രാന്മാര് പ്രസംഗിക്കേണ്ടത്. വചനം വ്യാഖ്യാനിക്കണം. അതിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറയാം. വചനം വ്യാഖ്യാനിച്ചിട്ട് ചില ഉപദേശങ്ങൾ കൊടുക്കാനല്ല മെത്രാന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും ശ്രമിക്കേണ്ടത്. വചനം പ്രസംഗിക്കണം, വചനം വ്യാഖ്യാനിക്കണം. രണ്ടാമത്തെ കാര്യം, 12 പേര് തങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയോ ആധിപത്യ പ്രവണത കാണിക്കുകയോ ചെയ്തില്ല. തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കരുതി, അവർക്ക് സവിശേഷമായ പദവിയുണ്ടെന്ന് കരുതി ഒരു ആധിപത്യ പ്രവണത, അടിച്ചേൽപ്പിക്കൽ പ്രവണത കാണിച്ചില്ല. മറിച്ച് അധികാരം ദുർവിനിയോഗം ചെയ്തില്ല. സഭയുടെ സമ്മേളനം വിളിച്ചുകൂട്ടി അവരോട് കാര്യങ്ങൾ പറയാണ്. എക്ലേസിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ മൂലാർത്ഥം തന്നെയാണ് ഈ സമ്മേളനം. പൗരന്മാരുടെ സമ്മേളനത്തെയാണ് ഗ്രീസില് എക്ലേസിയ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ഭൗതികമായ അർത്ഥത്തിലേക്ക് ദൈവികമായ അർത്ഥവും വന്നു ചേരുകയാണ്. അപ്പസ്തോലന്മാര് സഭയുടെ സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ അതിന് ദൈവികമായ അർത്ഥം വരികയാണ്. എക്ലേസിയ എന്ന വാക്കിന് ഗ്രീസില് അർത്ഥം രാഷ്ട്രീയ സമ്മേളനത്തിനും പറയും, സാംസ്കാരിക സമ്മേളനത്തിനും ഒക്കെ എക്ലേസിയ എന്നാ പറയാ. പക്ഷേ ഈശോയുടെ സ്ലീഹന്മാര് ഈ എക്ലേസിയ വിളിച്ചു കൂട്ടുമ്പോൾ, എന്നിട്ട് ദൈവികത കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, എക്ലേസിയ എന്ന അതിന്റെ ഭൗതികമായ അർത്ഥത്തിൽ മാറി അതിന് ദൈവികമാനം, സ്വർഗീയമാനം കൈവരികയാണ്, പുതിയൊരർത്ഥം വരികയാണ്. ഈ എക്ലേസിയായുടെ സ്ലീഹന്മാര് വിളിച്ചുകൂട്ടിയ എക്ലേസിയ എന്ന സഭാ സമ്മേളനത്തിന്റെ തലവൻ യേശുവാണ്, നേതാവ്. ആ തലവൻ ഒരു നേതാവിനെ, ദൃശ്യനായ നേതാവിന് വെച്ചിട്ടുണ്ട്. അതാണ് പത്രോസ്. അതുകൊണ്ട് പത്രോസും 12 പേരും ചേർന്ന് ഈ ശിഷ്യന്മാരുടെ സമൂഹം എന്ന് പറയുന്ന എക്ലേസിയ എന്ന് പറയുന്ന സഭയെ വിളിച്ചു കൂട്ടുന്നത്. എന്നിട്ട് പറയാ, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചിട്ട് തീൻ മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല. തീൻ മേശകളിൽ, ആ വാക്കെന്താണ്? ട്രപ്പേസ എന്നാണ് ഗ്രീക്ക് വാക്ക്. ട്രപ്പേസ. മേശ, ആഹാരം, ഭക്ഷണം എന്നീ അർത്ഥങ്ങൾക്ക് പുറമെ ബാങ്ക് എന്നും അർത്ഥമുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 19:23 ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നാണയമാറ്റക്കാരുടെ മേശ എന്നും അർത്ഥമുണ്ട്. മത്തായി 21:12, യോഹന്നാൻ 2:15. അതായത് വിധവകൾക്കും ദരിദ്രർക്കും പണമായോ വസ്തുക്കളായോ സഹായം വിതരണം ചെയ്തിരുന്നുവെന്ന് ധ്വനി. 4:35 അത് പറഞ്ഞിട്ടുണ്ട്. സ്ലീഹന്മാരുടെ നടപടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീൻ മേശകളിൽ ശുശ്രൂഷ ചെയ്യുക എന്ന് മാത്രമല്ല, ബാങ്ക് നടത്തുക, അതായത് വിധവകൾക്കും ദരിദ്രർക്കും പണമായോ വസ്തുക്കളായോ സഹായം വിതരണം ചെയ്യുന്ന ബാങ്ക്. ആ ബാങ്ക് നടത്തുന്നത് സ്ലീഹന്മാരുടെ പണിയല്ല, അതിന് വേറെ ആൾക്കാരെ വേണമെന്നാണ് പത്രോസ് പറഞ്ഞത്. എത്രയോ പ്രസക്തമായ സംഗതികളാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, ഈ ശുശ്രൂഷ എന്ന വാക്കിൽ നിന്നുള്ള സംഗതികൾ. അപ്പോൾ ബാങ്ക് നടത്തുന്നത് സ്ലീഹന്മാരുടെ പണിയല്ല, അത് ഡീക്കന്മാരെ ഏൽപ്പിക്കുക, സഭയുടെ പണിയാണ്. പക്ഷെ സഭയിലെ ഡീക്കന്മാരെ ഏൽപ്പിക്കുകയാണ്. മെത്രാന്മാർ വചനം പ്രഘോഷിക്കണം, ലിറ്റർജി അനുഷ്ഠിക്കണം.
അത് മാറ്റിവെച്ചിട്ട് ബാങ്ക് നടത്താൻ പോകരുത്. അത് നടത്തേണ്ടത് മറ്റുള്ള ആളുകളെയാണ്, അത് ഏൽപ്പിക്കേണ്ടത്. പക്ഷെ അവര് ഈ മെത്രാന്മാർക്ക് കീഴിലാണ്, സംശയമൊന്നുമില്ല, ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് ഡീക്കന്മാരെ ഏൽപ്പിക്കുക, മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നാണ്. എത്ര കൃത്യമായിട്ടാണ് വചനം സഭ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തരുന്നത്. ഇതിൽ നമ്മൾ വഴിതെറ്റി പോകാൻ പാടില്ല. നമ്മൾ ഒരുപാട് വഴിതെറ്റി പോയിരിക്കുന്നു. തിരിച്ചു വരണം, വചനത്തിലേക്ക് തിരിച്ചു വരണം, വചന സന്ദേശത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അത് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചു വരവായിരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.